നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൈഡൻസ് മെസ്സേജസ് ആണ്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഗൈഡൻസ് മെസ്സേജസ് ആർക്കും കാണാൻ വേണ്ടി താല്പര്യമില്ല. കാരണം എല്ലാവർക്കും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരു പേഴ്സൻ്റെ പിറകെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കാനും അവരുടെ പിറകെ ഓടാനും വേണ്ടി മാത്രമേ സമയമുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് നമ്മളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരുമ്പോഴേ നമ്മളുടെ ലൈഫിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു ലൈഫ് എടുത്തിട്ടുള്ളത് മറ്റൊരു പേഴ്സൻ്റെ പിറകെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കരയാനും യാചിക്കാനും വിഷമിക്കാനും വേണ്ടിയിട്ടല്ല. നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു ലൈഫ് പർപ്പസ് ഉണ്ടായിരിക്കും. ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈഫിൽ മനുഷ്യനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കാണാതെ മറ്റൊരു പേഴ്സൻ്റെ സ്നേഹമാണ് ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് കരുതിയിട്ടാണ് ഈ റിലേഷൻഷിപ്പിന് പുറകെ ഓടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സ് കൂളാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ റീഡിങ് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊരു എന്തെങ്കിലും കരിയർ ബേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കാര്യത്തിനായാലും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തീരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് സക്സസ്സിലോട്ട് എത്തും എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഏസ് ഓഫ് സോഡ്സ്. അതായത് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുക, അത് ഒരു സക്സസ്സിലെത്തും. കണ്ടോ, കിരീടം നിൽക്കുന്നത് കണ്ടോ? നിങ്ങളുടെ തലയിൽ അത് ഇതുപോലൊരു കിരീടം വരും. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വരാത്തത്, ഒരു സക്സസ് വരാത്തത്. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഉദ്യമം സക്സസ്സിലോട്ട് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ചാരിയറ്റ് ആണ്. ഇതും അതുപോലെ ഒരു നിങ്ങളുടെ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ എടുത്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിന് മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മാറ്റിത്തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചെടുത്തിട്ടുള്ള തീരുമാനം അത് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. 7 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ പഴയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള പരാജയങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാതെ അത് നോക്കി നിങ്ങളുടെ അവിടെ ഉണ്ടായിട്ടുള്ള ഫെയിലിയർ അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയം ഉണ്ടാവും, പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങളിൽ നിന്ന് പഴയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം എടുത്ത് എപ്പോഴും അതിലെ പരാജയങ്ങളെ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരു വിജയമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഒരു മുൻപോട്ടൊരു ആക്ഷൻ എടുക്കുമ്പോൾ അവിടെ സക്സസ് ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്ത കാർഡ് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാജയങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കുവാണ്. ആ ഒരു പരാജയങ്ങൾ ഓർത്ത് മാത്രം വിഷമിച്ച് നിൽക്കുവാണ്. അങ്ങനെ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഈ ഒരു സക്സസ് ഒന്നും നിങ്ങളുടെ മുന്നിലോട്ട് നീട്ടി പിടിച്ചിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സക്സസ്സിലോട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലില്ല, നിങ്ങൾ അതൊന്നും കാണുന്ന പോലില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പരാജയങ്ങൾ മാത്രം ഓർത്ത് നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് ഇനിയും നമ്മൾ ഒരുപാട് തവണ ശ്രമിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആക്ഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്സിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ആ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്.
ക്യൂൻ ഓഫ് സോൾസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടാവാം, നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ ഉണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ പരാജയത്തിലോട്ട് തള്ളിവിടുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തടസ്സമായി നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊന്നും നിങ്ങൾ വകവെക്കാൻ പാടില്ല. അതിൽ നിങ്ങൾ ഇങ്ങനെ തളർന്നിരിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ മുൻപോട്ട് ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങളെ ഇമോഷണലി തകർക്കുന്ന കാര്യങ്ങളാണ്. അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ സക്സസ്സിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ടു ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സക്സസ്സിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഇമോഷണലി ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് ഒരു സപ്പോർട്ട് തരാൻ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഒരു നിർദ്ദേശങ്ങളും അവർ തരുന്ന ആ ഒരു സപ്പോർട്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുമായി ചേർന്ന് കൊണ്ട് തന്നെ അവരുടെ ആ സപ്പോർട്ട് നിങ്ങളെ ഒരുപാട് ഉയരത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാവാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആവാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ആരും ആവാം. ഓക്കെ, ത്രീ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് വരും. അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സക്സസ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ട ഈ ഒരു ആക്ഷൻ എടുത്താൽ, നിങ്ങൾ എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട് ഒരു നിങ്ങളുടെ ലൈഫിലെ ഒരു ഉയർച്ചയെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽസ് നമ്പേഴ്സ് ഒക്കെ കാണിക്കാം. അതായത് ഒരു ഉയർച്ചയിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു അച്ചീവ്മെന്റിലോട്ട് പോകുന്നു എന്നുള്ളതിന്റെ സയൻസ് ആണ്. റിമൈൻ പോസിറ്റീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കാതെ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂവിന് കുറച്ച് പേരെ ക്ഷണിച്ചതിൽ നിങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു 1000 പേരെ ക്ഷണിച്ചിട്ടുണ്ട്, 2 സീറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 2 സീറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ്. അപ്പോൾ ആ ഒരു ചാൻസ് ഇല്ലാത്ത ആ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വരിക. നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പോസിറ്റീവായിട്ട് ഇരിക്കുക. എനിക്കുള്ളതാണ് ആ ഒരു ജോലി എന്നുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു പോസിറ്റീവ് മൈൻഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാര്യത്തിനും മടി പിടിച്ച് ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്തത്. ഓക്കെ, 2 കാർഡ് വന്നിട്ടുണ്ട്. ഒന്ന് നോ എന്നാണ് പറയുന്നത്. നോ നീഡ് ടു വറി എന്നുള്ളതാണ്. അതാണ് ഈ നോന്റെ അർത്ഥം. നിങ്ങൾ ഒരു തരത്തിലുള്ള പേടിയുടെയും ആവശ്യം നിങ്ങൾക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് ഈ 2 നോ കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ടാട്ടോ. നോ എന്നും വന്നിട്ടുണ്ട്, നോ നീഡ് ടു വറി എന്നാണ്. അതായത് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്സിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ. ഓക്കെ, അതാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഉത്രം, അശ്വതി, ആയില്യം, പുണർദം 1992, ജനുവരി, ലെറ്റർ സി, വിശാഖം, ഡിസംബർ, മകം, ലെറ്റർ ബി, ഉത്രട്ടാതി, ലെറ്റർ ഇ, ചോതി, ലെറ്റർ പി,
ഉത്രാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.